കേരളത്തിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് പിണറായി സർക്കാർ 2026 വീണ്ടും അധികാരത്തിൽ വരിക, ഇതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന UDF-ന് കേരളം എന്തിന് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ എന്തിന് ജനങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടേ എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ജനങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു, ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ഒരു സിനിമാ താരം ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ 24 മണിക്കൂറിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു, നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് മാതൃക കാണിച്ചതിനെ നമ്മൾ അംഗീകരിക്കുന്നത്. അതേ കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ എന്ത് ചെയ്യുന്നത്, പരാതി കൊടുത്തിട്ട് അവരെന്ത് ചെയ്യപ്പെടേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിലിൽ പോയി മുട്ടിമുളിക്കേണ്ടി വരുന്നത്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തുല്യനീതി മാറി ഇരട്ട നീതിയായി മാറിയിരിക്കുന്നു. നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. വിഷ്ണു, നമസ്കാരം. വിഷ്ണു, കേരളത്തിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് പിണറായി സർക്കാർ 2026 വീണ്ടും അധികാരത്തിൽ വരും. അതായത് പിണറായി 3, ക്യാപ്റ്റൻ 3 എന്നൊക്കെ ഒരുപാട് അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത്, ഇതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന UDF-ന് കേരളം എന്തിന് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. കാരണം LDF-ന്റെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട ഒരു ഭരണം ഉണ്ടായതുകൊണ്ടാണല്ലോ ജനം UDF-ന് അനുകൂലമായിട്ട് ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനം UDF-ന് വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അങ്ങനെ അതിനെക്കാട്ടി ആ ചോദ്യത്തെ ഏറ്റവും വക്രീകരിക്കുന്ന ഏറ്റവും നല്ലത്, ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെ എന്തിന് ജനങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടേ എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ജനങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു, ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ജനജീവിതം എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ന കൺസെപ്റ്റിൽ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ മുടങ്ങി കർഷക തൊഴിലാളികൾ, അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളികൾ, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും യുവാക്കൾ, അങ്ങനെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, നിർമ്മാണ തൊഴിലാളികൾ, ആശാ വർക്കർമാർ, ഏത് മേഖലയിലുണ്ട് സംതൃപ്തമായിട്ട് നിൽക്കുന്ന ഏത് വിഭാഗമുണ്ട്? എന്തിനേറെ പറയുന്നത്, സർക്കാർ ജീവനക്കാർ സംതൃപ്തരാണോ? സർക്കാർ ജീവനക്കാരിൽ പലരും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നൊരു ശക്തമായ ആരോപണം വരുന്നു. അല്ല, അങ്ങനെ എങ്ങനെ അനുസരിക്കും? കാര്യം അവർ തന്നെയല്ലേ ഈ പറയുന്ന NGO യൂണിയനും NGO അസോസിയേഷൻസും ഒക്കെ എല്ലാ തവണയും വലിയ വലിയ സമരങ്ങൾ നടത്തി വേതന വർധനവിനും TA-ക്കും DA-ക്കും ഒക്കെ വേണ്ടി SSLC പരീക്ഷ പോലും മാറ്റിവെച്ച് 2004 സമരം നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഈ ഓരോ വകുപ്പുകളെയും എടുത്ത് പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ, അതായത് ആദ്യം നമുക്ക് തുടങ്ങേണ്ടത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ്. ഈ ആഭ്യന്തര വകുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തൃപ്തരായിരിക്കുമോ? ആഭ്യന്തര വകുപ്പിൽ തൃപ്തരല്ലെന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതിജനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഇവിടെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തുല്യനീതി മാറി ഇരട്ട നീതിയായി മാറിയിരിക്കുന്നു. പണമുള്ളവനൊരു നീതി, പണമില്ലാത്തവനൊരു നീതി. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ പ്രദേശങ്ങളിലും വലിയ ക്രൂവലായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു. പരോളിലിറങ്ങിയ ആളുകൾ എന്ത് ചെയ്യുന്നു, നാട്ടിലേക്ക് ഇറങ്ങി കൊലപാതകങ്ങൾ നടത്തുന്നു. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ പോലീസ് വല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നു. പോലീസ് അതിക്രമങ്ങൾ തുറക്കഥയായിക്കൊണ്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാരന് നീതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ എവിടെയും, അതായത് എന്തിനേറെ പറയുന്നു, പാവപ്പെട്ടവരിൽ തന്നെ ഈ പറയുന്ന SC ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇരട്ട നീതി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. പണമുള്ളവനൊരു നീതി, പണമില്ലാത്തവനൊരു നീതി. പണമുള്ളവൻ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുന്നു. പണമില്ലാത്തവൻ കൊടുത്താൽ എന്ത് ചെയ്യുന്നു, അവനെ പ്രതിയാക്കി എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നൊരവസ്ഥ. ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതായത് ഗാർഹിക പീഡനം നടന്നതിന് ശേഷം വേണ്ടത്ര രീതിയിൽ പോലീസ് അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ വളരെ കുറവാണ്. അഡ്രസ്സ് ചെയ്യപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ നോക്കുമ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്രൂട്ടലായിട്ടുള്ള അനേകം കൊലപാതകങ്ങളും അനേകം അക്രമങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാത്രമായിട്ട് ഇതിനെ ചുരുക്കി കാണേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള സ്ത്രീകളാണ് ആത്മഹത്യക്ക് വിധേയമാകുന്നത്, പീഡനങ്ങൾക്ക് വിധേയമാകുന്നത്, ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത്. സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വ ബോധവും ഇല്ലാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് വീട്ടിൽ കിടക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, വെട്ടിക്കൊല്ലുന്നത്. നേരത്തെ ആണെങ്കിൽ എന്തില്ല, വീട്ടിൽ വെളിയിൽ ഇറങ്ങുന്ന ആൾക്കാരെയായിരുന്നു എന്ത് ചെയ്യുന്നത്, റോഡിൽ വെച്ചും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്ന അക്രമമെങ്കിൽ ഇന്ന് വീട്ടിലുറങ്ങുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്, ഒന്ന് ആക്രമിച്ചിട്ട് പോകുന്നത്. ആ ഒരു തരത്തിലേക്ക് ജനങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ സ്ത്രീജനങ്ങളുടെ ജീവിതം ഭീതിജനകമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ
ഏറ്റവും നല്ല രീതിയിൽ ക്രമസമാധാന പാലനം നടത്തിയിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കീഴിലുണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി. അതിനു മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞ നാട്ടിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഈ മയക്കുമരുന്നിൻ്റെ കരിയേഴ്സിനെ മാത്രമാണ് പോലീസിനെ പിടിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എക്സൈസിനെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൻ്റെ ആരംഭം എവിടെയാണ്, ഇതിൻ്റെ സപ്ലൈ ചെയിൻ എന്താണ് എന്ന് കണ്ടെത്തുന്നതിലൊക്കെ നമ്മുടെ ഈ ആഭ്യന്തര വകുപ്പ് പരാജയമല്ലേ? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ ക്ലീൻ ക്യാമ്പസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മയക്കുമരുന്ന് സംഘങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബന്ധമുള്ള സംഘങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കണ്ണി ചെയിനെ പിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ പിടിച്ചത് കൊണ്ടോ ഇതിന്റെ അവസാനിക്കുന്നില്ല. എവിടെയാണ് ഉറവിടം, എവിടെയാണ് ഇതിന്റെ അവസാനം? ആ രണ്ട് സോഴ്സും അടച്ചാൽ മാത്രമേ തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അല്ല, കേരള പോലീസിനെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ വരെ പോയിട്ട് കുറ്റവാളികളെ കണ്ടെത്താൻ ശേഷിയുള്ള മികച്ച പോലീസിംഗ് സംവിധാനമുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. കേരള പോലീസും മുംബൈ പോലീസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാരല്ല. ഇവര് രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ എവിടെ പോയിട്ട് വേണമെങ്കിലും കുറ്റവാളികളെ പിടിക്കാൻ ശേഷിയുള്ള, പക്ഷെ അവർക്ക് നയിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരിക്കുന്ന ആളിന്റെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ചങ്ങലയ്ക്ക് തളച്ചിടുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള യാതൊരു വിധമായ ഡയറക്ഷൻ കൊടുക്കുന്നില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നില്ല. ഇവിടെ ലഹരി മാഫിയ എന്ത് ചെയ്യുന്നു, സംസ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഭരണത്തിനോടൊപ്പം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണത്തിന്റെ ഇപ്പൊ വാഹനം ഓടുന്നെങ്കിൽ അതിന്റെ വാഹനത്തിനെ തന്നെ ചേസ് ചെയ്തുകൊണ്ടാണ് ലഹരി മാഫിയും എന്ത് ഓടുന്നത്. ഇവിടെ കുട്ടികൾ മുതൽ എല്ലാ രീതിയിലും ലഹരി വ്യാപകമാകുന്നു. ഇവിടെ ലഹരി നെറ്റ്വർക്കുകൾ വ്യാപകമാകുന്നു. ലോകവ്യാപകമായിട്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ ലഹരിക്ക് അടിമയായ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ രാജ്യങ്ങളൊക്കെ അതേ മോഡലിലേക്ക് ഗ്രാമാന്തരങ്ങളിൽ എന്ത് ചെയ്യുന്നു, ലഹരി സംഘങ്ങൾ വ്യാപകമാകുന്നു, പോലീസ് നിഷ്ക്രിയമാകുന്നു. ഈ പോലീസ് സേനയ്ക്കകത്ത് തന്നെ അതൃപ്തിയുള്ളതായിട്ട് കേൾവിയുണ്ട്. ഇവരുടെ ജോലി സമയം, അമിതമായിട്ടുള്ള ജോലി ഭാരം, ജോലി സമയം, ഇവർക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി സമയം ലഭിക്കാത്തത്, ഇതൊക്കെ ഇവരിലൊരു മാനസിക സംഘർഷം. പല പോലീസുകാരും ആത്മഹത്യ ചെയ്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ പോലീസ് സേനയ്ക്ക് ആവശ്യമുള്ള ഫോഴ്സിന്റെ പകുതി പോലും ഫോഴ്സ് എന്തില്ല, നിലവിലില്ല. ഇവിടെ തസ്തിക റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അല്ല, CPM-മാരുടെ സമരം ഈ അടുത്ത ദിവസമാണ് കഴിഞ്ഞത്. തീർച്ചയായും അപ്രഖ്യാപിത നിയമന നിരോധനം നമ്മുടെ എന്ത് ചെയ്യുകയാണ്, സംസ്ഥാനത്ത് നടക്കുകയാണ്. PSC എന്ന് പറയുന്ന 21 ബോർഡ് അംഗങ്ങളെ തീറ്റിപ്പോറ്റുന്നതല്ലാതെ തസ്തികകൾ റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് എക്സാമുകൾ നടത്തുവാനോ അതല്ലെങ്കിൽ ആ തസ്തികയിലേക്ക് ആളുകളെ നിയമിക്കാനോ എന്ത് ചെയ്യുന്നില്ല. ഇവിടെ ലിസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, നേരത്തെ ആണെങ്കിൽ 60% വരെ എന്ത് ചെയ്യുന്നു, ലിസ്റ്റുകളിൽ നിന്ന് ആളിനെ എടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് 30% താഴെ ആളുകളെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, PSC ലിസ്റ്റുകളിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഇവിടെ പോലീസിന്റെ CPO മുതൽ ഇൻസ്പെക്ടർ മുതൽ എല്ലാ തസ്തികകളിലും 1,900 തസ്തികകളിലും എന്ത് ചെയ്യുന്നു, ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ നിയമനം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയായി നിയമനം നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നടക്കുന്നുണ്ടല്ലോ, അതൊരു മറ്റൊരു തരമാണ്. ആ പിൻവാതിൽ നിയമനം പലപ്പോഴും യൂണിഫോം ഫോഴ്സുകളിൽ നടക്കുന്നത് പലപ്പോഴും പിടിക്കപ്പെടുന്നത് കൊണ്ടാവാം യൂണിഫോം ഫോഴ്സുകളിലേക്ക് ആ പിൻവാതിൽ നിയമനം പലപ്പോഴും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തസ്തികകൾ ഒഴിഞ്ഞു കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് എന്താണ്, ഇവിടെ സാമ്പത്തിക ബാധ്യത എന്നാണ്. പക്ഷേ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ അല്ലെങ്കിൽ ഏതൊരു സർക്കാരിന്റെയും പ്രാഥമികമായ ബാധ്യത എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആരാണ്? പോലീസാണ് കൊടുക്കേണ്ടത്. പോലീസാണല്ലോ, പോലീസ് സ്റ്റേഷനാണ് സാധാരണക്കാർക്ക് സമീപിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരന് പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നീതി ലഭിക്കേണ്ടത്. അത് ലഭിക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, മാൻ മിസ്സിംഗ് കേസുകൾ, ഇതൊക്കെ കേരളത്തിൽ പെരുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണ്ട ആക്രമണങ്ങൾ, ഇതൊക്കെ പെരുകി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഇത്രയും ഒരു പരാജയമായി മാറിയിട്ടും ഈ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്ന UDF-ഓ അതോ NDA-യോ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ സമരങ്ങൾ ആവിഷ്കരിക്കുന്നില്ല? പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കേസുകൾ വരുമ്പോഴാണ് ഇത് ഓരോ ദിവസവും കേസുകളല്ലേ, കേസുകളില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. ഒരു ദിവസമെങ്കിലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പരാതിയില്ലാത്ത, പോലീസിനെ കുറിച്ച് വാർത്ത വരാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? ഇല്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യാണ്, ഓരോരോ തരത്തിലാണ് ആരോപണങ്ങളും പ്രശ്നങ്ങളും വളർന്നു വരുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതിനോടൊരു അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു, സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താണെങ്കിൽ നേരത്തെ ആണെങ്കിൽ പാർട്ടിയും സർക്കാരും തമ്മിൽ, അതായത് CPM-ന്റെ നിയന്ത്രണം പാർട്ടിയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ സർക്കാരിലുണ്ടായിരുന്നു. ഇന്ന് CPM-ന്റെ എല്ലാ പാർട്ടിയെയും സർക്കാരിനെയും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല,
അങ്ങനെ ഒരു ആരോപണമോ ചർച്ചയോ അവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ CPIക്ക് പോലും ഉണ്ടല്ലോ ആരോപണങ്ങൾ. ഇവിടെ CPIയുടെ നേതാക്കന്മാർ പോലും പോലീസിനെ തിരുത്തണമെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നും ആരും ചെവിക്കൊള്ളാനോ അല്ലെ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, ഒരു കൃത്യമായ ചർച്ച നടക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് തികഞ്ഞ പരാജയമാണ്. കാര്യം ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അവകാശമാണ് ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന് പറയുന്നത്. ആ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ ദളിത് സ്ത്രീകൾക്കൊക്കെ പോകേണ്ടി വരുന്നത്. അവിടെ നീതി നടപ്പിലാക്കേണ്ട, ഇവിടെ സാധാരണക്കാരനൊരു നീതിയാണ്. ഇവിടെ ഒരു സിനിമാ താരം ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ 24 മണിക്കൂറിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു, നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് മാതൃക കാണിച്ചതിനെ നമ്മൾ അംഗീകരിക്കുന്നത്. അതേ കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ എന്ത് ചെയ്യുന്നത്, പരാതി കൊടുത്തിട്ട് അവരെന്ത് ചെയ്യപ്പെടേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിലിൽ പോയി മുട്ടിമുളിക്കേണ്ടി വരുന്നത്. എന്നിട്ടും അവർക്ക് എന്ത് ചെയ്യുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ പ്രാചീന ശിക്ഷാവിധികളാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഏർപ്പെടുത്തുന്നത്. അവരെ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രീയ അന്വേഷണ മാർഗങ്ങളുമുള്ള ഈ നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, അവരെ ചിത്രപഥം പോലെ നിർത്തി അവരെ എന്ത് ചെയ്യുന്നത്, വിചാരണ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇന്ന് കൃത്യമായിട്ടുള്ള എന്തില്ല, അവർക്കൊരു കൃത്യമായ അവരെ ഈ പാർട്ടി സംവിധാനങ്ങൾ അവരെ എന്ത് ചെയ്യപ്പെടുന്നു, പൂർണ്ണമായി അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് പാർട്ടിക്കാർക്ക്. പണ്ട് EMSന്റെ കാലയളവിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന സെൽഫ് പോലീസിനെ കുറിച്ച്. അതേ ഒരു അവസ്ഥയിലേക്ക്, ഒരു സെൽഫ് ഭരണത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പോലീസ് ഒരു തികഞ്ഞ പരാജയമാണ്. തീർച്ചയായിട്ടും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.